ഫൈഹാസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോസ് ഉടനെ തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. പല രീതിയിലും ഡിസൈനിലുമൊക്കെ നമ്മൾ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ സ്ഥലപരിമിതി മൂലം നല്ല രീതിയിൽ ഗാർഡൻ സെറ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർക്ക് ചെയ്യാവുന്ന ഒരു രീതിയാണിത്. അപ്പോൾ ഫ്ലവർ ടവർ മേക്കിങ്ങിനെ കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഇത്തരത്തിലുള്ളൊരു ഫ്ലവർ പോട്ട് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇത് കുറച്ച് ഹൈറ്റ് കൂടുതലായിട്ട് ഒരു ടവർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു സെറ്റിങ്സ് വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഫ്ലവർ ടവർ എന്ന പേര് വിളിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്ലവർ പോട്ടുകൾ നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. അപ്പോൾ സ്ഥലമില്ലാത്തവർക്കൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു രീതിയാണിത്. അപ്പോൾ കുറഞ്ഞ സ്ഥലത്ത് തന്നെ ഒരുപാട് ഫ്ലവർ പോട്ടുകൾ നമുക്ക് ഇത്തരത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പം ഇത്തരത്തിലൊന്ന് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബുഷായിട്ട് വളരുന്ന ചെറിയ പൂക്കളോട് കൂടിയിട്ടുള്ള ചെടികളൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ തന്നെ നല്ല ഭംഗിയായിരിക്കും. നമുക്കതുപോലെ തന്നെ 4 മണി 10 മണി പൂക്കൾ, പിന്നെ അതുപോലെ തന്നെ പിറ്റൂണിയ ഫ്ലവേഴ്സൊക്കെ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഫ്ലവേഴ്സുകളാണ്. അപ്പം ചെറിയ പൂക്കളോട് കൂടിയ ഫ്ലവേഴ്സൊക്കെ ഇത്തരത്തിൽ നമുക്ക് നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വീടിൻ്റെ ഉള്ളിലും നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടൊക്കെ ഇത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ നല്ലൊരു ചെടിച്ചട്ടി തിരഞ്ഞെടുക്കണം. അത് നമുക്ക് മൺചട്ടി യൂസ് ചെയ്യാം, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിയൊക്കെ നമുക്കിതിന് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടി ആയിരിക്കും നല്ലത്. വൃത്താകൃതിയിലുള്ള ചട്ടി തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതിനാവശ്യമായിട്ടുള്ള നെറ്റാണ്. അപ്പം നമുക്ക് ഈ രീതിയിൽ കാണുന്ന ഈ ഫോട്ടോയിൽ കാണുന്ന രൂപത്തിലുള്ള നെറ്റാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കുറച്ച് ഇതിൻ്റെ ഈ ഹോള് കുറച്ച് വലുപ്പമുള്ള ഹോൾസ് ആയിട്ടുള്ള നെറ്റ് വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. എന്നിട്ട് നമ്മളിപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ നെറ്റ് നമ്മളിങ്ങനെ വൃത്താകൃതിയിൽ ഒന്ന് കെട്ടിയതിന് ശേഷം നമ്മൾ ഈ ചട്ടിയിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ നെറ്റ് ഇതുപോലെ സിപ്പ് ടൈസ് വെച്ചിട്ട് നല്ലതുപോലെ കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് റൗണ്ട് ഷേപ്പിൽ നമ്മളത് സെറ്റ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതുപോലെ ലാൻഡ്സ്കേപ്പ് ഫാബ്രിക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും കടയിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മുടെ സാധാ പൊളിത്തീൻ ഷീറ്റൊക്കെ വെച്ചിട്ട്. എന്നിട്ട് നമ്മൾ ഈ പൊളിത്തീൻ ഷീറ്റ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചതിന് ശേഷം മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ ഉൾഭാഗത്ത് വെച്ചിട്ട് മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം വെച്ചിട്ടുള്ള ഈ നെറ്റിന്മേൽ വെച്ച് അത് നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. സിപ്പ് ടാഗ് ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ടൈറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു സിലിണ്ടർ ഷേപ്പ് ബാഗിൽ നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിന് ശേഷമാണ് പിന്നെ നമ്മളിതിലേക്ക് പോട്ടി മിക്സ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് പോട്ടി മിക്സ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ജൈവവളം കൂടി കൂട്ടിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ചാണകപ്പൊടി, ആട്ടിൻ കാഷ്ടം അങ്ങനത്തെ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ചെടികൾക്ക് നല്ല ഗ്രോത്തും കിട്ടും. ഈ മണ്ണ് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പൊളിത്തീൻ ഷീറ്റ് കൊണ്ട് മൊത്തത്തിൽ കവർ ചെയ്തത്. എന്നിട്ട് ഇപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ നമ്മൾ ഓരോ നെറ്റിൻ്റെ ഓരോ സ്പേസിലും നമ്മൾ ഓരോ ഹോൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ നെറ്റ് വെച്ചിട്ടുള്ളതിൻ്റെ ഓരോ സ്പേസിലും നമ്മൾ ഹോൾ ഉണ്ടാക്കി വെച്ചിട്ട് ആ ഹോളിലുള്ള ഓരോ സ്പേസിലും നമ്മൾ ചെടിയുടെ ഓരോ കമ്പുകൾ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് 10 മണിപ്പൂവിൻ്റെ കമ്പുകളൊക്കെ നമ്മൾക്ക് ഇതുപോലെ ഓരോ ഹോൾസിലേക്കും നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ അതിലൂടെ പിന്നെ ഈ മണ്ണിലേക്ക് വേരിറങ്ങിയിട്ടാണ് ഇതിൻ്റെ ഈ ചെടി വളരുന്നത്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ ഈ ഒരു ഫ്ലവർ ടവർ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഒരു 1.5 മാസം 2 മാസം കഴിയുമ്പോഴേക്കും നല്ല ബുഷായിട്ട് ഇത് മൊത്തം നല്ലതുപോലെ പൂക്കളൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ പല മെത്തേഡിൽ ഇത്തരത്തിൽ നമുക്ക് ഫ്ലവർ ടവർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ PVC പൈപ്പിന് ഹോൾസ് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ചെറിയ ഹോൾസ് ഉണ്ടാക്കിയിട്ട് അതിൽ മണ്ണ് ഫില്ല് ചെയ്തതിന് ശേഷം അതിലും ഇതുപോലെ നമുക്ക് ചെടികൾ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഫ്ലവർ ടവർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ പല രൂപത്തിൽ നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പം ഇത്തരത്തിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒട്ടും തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇത്തരത്തിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ സ്ഥലമില്ലാത്തവർക്കൊക്കെ ഈ രീതിയിൽ പൂന്തോട്ടം നല്ല ബ്യൂട്ടിഫുൾ ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സുകളുമായിട്ടൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ കൃഷി ടിപ്സുകളും വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.